പക്ഷേ ഈ വണ്ടിയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് എവിടെയും കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് ഈ വണ്ടിയുടെ വീഡിയോ നിങ്ങൾ വണ്ടി കണ്ടെത്തുന്ന നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇതിൽ ഞാൻ പറഞ്ഞുതരാം, ഞാൻ മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏകദേശം 8 ലക്ഷം രൂപേന്റെ മേലേക്കുള്ള ഫിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിതിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിലറിയാം. ശരിക്കും പറഞ്ഞാൽ അറിയുന്ന ഒരാൾ ഇതേ എടുക്കുള്ളൂ, ഈ വണ്ടി എടുക്കുള്ളൂ, അറിയുന്ന ഒരാള്. പിന്നെ ഇതിപ്പോ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ എത്ര വരും? ഏകദേശം ഒരു 18,000 രൂപയ്ക്ക് വരും. 18,000 വരുള്ളൂ? അത്രേ വരുള്ളൂ. ശരി. ഏകദേശം ഒരു 30 ലക്ഷം റുപ്യ IDV ഒക്കെ ഇട്ടിട്ട് 18,000 രൂപ. എങ്ങനെയാ വരുന്നത്? 13.5 ചോദിക്കുന്നുണ്ട്. 12,75,000 രൂപയ്ക്ക് കൊടുക്കാം. 12,75 ഡീസൽ 4x4 മാനുവൽ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. അതെ, ഇത് 2013 മോഡല്, 2014 ഡെലിവറി. ഓക്കെ, കറക്റ്റ് കമ്പനി സർവീസ്. ഒരു സർവീസ് പുറത്തുനിന്ന് എടുത്തിട്ടുണ്ട്. കിലോമീറ്റർ എത്രയായി? 85,000 കിലോമീറ്റർ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ലക്ഷറി പ്രീ ഓൺഡ് കാസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലത്താണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ബ്ലാക്ക്ബെറി പ്രീ ഓൺഡ് കാസ്. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇവരുടെ ചെയ്തിട്ടുണ്ട്. വെറൈറ്റി സ്റ്റോക്കുകൾ ലഭിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇന്ന് തന്നെ അടിപൊളി കുറേ സെഗ്മെന്റ് ഉണ്ട്. പിന്നെ ഒരു കിടിലൻ ഐറ്റം പുറകിൽ വരുന്നുണ്ട്. നമ്മൾ ഇന്നത്തേൽ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്വാഗതം ചെയ്യാം. ബഷീർ ഭായിനെ സ്വാഗതം. അപ്പൊ നമ്മള് ചെയ്തിട്ട് ഇപ്പൊ അത്രയൊന്നും ആയിട്ടില്ല അല്ലെ? എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയുടെ റെസ്പോൺസ്? ആയിരുന്നു, അത്യാവശ്യം നല്ല എൻക്വയറി ഉണ്ട്. അന്ന് നമ്മള് 10 ലക്ഷത്തിന്റെ താഴെ കുറെ വണ്ടികൾ കാണിച്ചു, അതൊക്കെ പോയി, എല്ലാം പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഒന്ന് ഡെലിവറി പോയി അല്ലേ? ഇപ്പൊ പോയി, ഇപ്പൊ ഒന്ന് ഡെലിവറി പോയി. അതെന്ന് വെച്ചാല് എന്താ പറയാ, കാർ കളക്ഷൻ അല്ലേ? അതെ അതെ, അത് അങ്ങനത്തെ ഒരാളെ വന്നിട്ട് എടുത്തേ. അതെ, തീർച്ചയായും. ആൾക്ക് ഓൾറെഡി ബെൻസ് ഉണ്ട് അല്ലേ? നല്ല മോഡൽ ഏതോ ബെൻസ് ഉണ്ട് കയ്യില്. അപ്പൊ അത് കൂടാതെ ഇതും എടുത്തോണ്ട് നമ്മളെ സുഹൃത്താണ്. പുള്ളിക്കാരൻ വണ്ടി കണ്ടിട്ടില്ല. അത് ശരിയാ. പുള്ളിക്കാരൻ നമ്മളെ വീഡിയോയിൽ കണ്ടിട്ട് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ബഷീർക്ക ആ വണ്ടി എന്താ സ്ഥിതി ചോദിച്ചു. ഞാൻ നല്ല വണ്ടി പറഞ്ഞു, എന്നാ എനിക്ക് മാറ്റി വെച്ചോ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരും, വന്നിട്ട് എടുത്തോളാന്ന് പറഞ്ഞു. പിന്നെ കല്യാണത്തിന് പോകാനുള്ള തിരക്കായതുകൊണ്ട് ഇപ്പൊ വന്ന് എടുത്തുപോയി. പുള്ളി ഫാമിലി ആയിട്ട് വന്ന് എടുത്തുപോയി. അതെ അതെ അതെ, ഉഷാറായിരുന്നു. അപ്പൊ ഉഷാറായിരുന്നു. അപ്പൊ അങ്ങനത്തെ അടിപൊളി വണ്ടികളുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ഇല്ല, മോശമുള്ളത് മോശം തന്നെ നമ്മൾ പറഞ്ഞിട്ട് കൊടുത്താൽ മതി. എന്താണ് അവസ്ഥ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് വെള്ളിപ്പറമ്പാണ്. വെള്ളിപ്പറമ്പ് വരമ്പിന്റെ അടുത്ത്. പക്ഷേ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതെ, വയനാട് ഷോറൂം ഉണ്ടായിരുന്നു, ഇപ്പൊ അത് ഒഴിവാക്കി അല്ലേ? അവിടെ ഉണ്ട് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പൊ കോഴിക്കോട് വന്ന് ചെയ്യാണ്. അപ്പൊ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ വരാൻ പോകുന്ന ഒരു പുലിക്കുട്ടി ഉണ്ടായത്, നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ പറയണ്ട. പിന്നെ ഇന്നിപ്പോ 10 ലക്ഷത്തിന് താഴെയുള്ള വണ്ടികളുണ്ടോ? 10 ലക്ഷത്തിന് താഴെയുള്ള കുറച്ച് എക്സ്ചേഞ്ച് വണ്ടികൾ വന്നിട്ടുണ്ട്. വേഗം കൊടുക്കാം, നമുക്ക് ആദ്യം വരുന്നവർക്ക് വേഗം കൊടുക്കുക. എല്ലാ സെഗ്മെന്റും കേട്ടോ. ക്രെറ്റ ഉണ്ട്, പോളോ ഉണ്ട്, കോമ്പസ് ഉണ്ട്, ഇന്നോവ ഉണ്ട്, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. എല്ലാം കൂടി കാണിച്ചു തരാം. അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. നല്ല അടിപൊളി വണ്ടികളും അതിന്റെ വിശേഷങ്ങളും കാണിച്ചു. ഓക്കെ, ആദ്യ വാഹനം മെഴ്സിഡസ് ബെൻസ് GL 350 ആണ്. കുറച്ച് അഡീഷണലി AMGയുടെ കാര്യങ്ങൾ ചെയ്തേക്കുന്ന വണ്ടിയാണ് കേട്ടോ. ഓക്കെ, ഒറിജിനൽ കേരള KL7 നമ്പർ 9. വാവ്, ഓക്കെ. 9 എന്നുള്ള ഇപ്പോ 009 ആക്കണ്ടേ? അത് വേണം. ഇപ്പൊ 9-ലാണത്. ബാക്കി മോഡല് കാര്യങ്ങളൊക്കെ 2015 മോഡല്, 88,000 കിലോമീറ്റർ. 88,000 15 മോഡൽ. അത് ഫുൾ കമ്പനി സർവീസ്? 50,000 കിലോമീറ്റർ വരെ കമ്പനി സർവീസ്. ഓക്കെ, സെക്കൻഡ് ഓണർ എടുത്ത 2 സർവീസ് പുറത്തുനിന്ന് ചെയ്ത്. സെക്കൻഡ് ഓണർ 2 സർവീസ് പുറത്തുനിന്ന് ചെയ്ത്. ഇപ്പൊ നമ്മളും ഈ സർവീസ് പുറത്തുനിന്ന് ചെയ്തു. ഒരു സർവീസ് പിന്നെ പുറത്തുനിന്ന്, ഒരു സർവീസ് 3 സർവീസ് പുറത്തുനിന്ന്. ഇപ്പൊ 88,000 കിലോമീറ്ററിൽ ഞാൻ സർവീസ് ചെയ്തിട്ട് ഏകദേശം ഒരു 100-200 കിലോമീറ്റർ ഓടി ഉണ്ടാവുള്ളൂ ഞാൻ ചെയ്തിട്ട്. പിന്നെ ടയർ 4 എണ്ണം ഞാൻ പുതിയ മേടിച്ചു. പുതിയ ടയറാണ്. 30 ലക്ഷം രൂപ IDV ഉള്ള ഇൻഷുറൻസ് പുതിയ എടുത്തു. ഓക്കെ, പിന്നെ ഇതിന് ചാവിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. ഒറ്റ ചാവി ഉള്ളായിരുന്നു. അപ്പൊ ഒരു ചാവിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ ആ ചാവി കൊണ്ട് അൺലോക്ക് ഒന്നും ആവുന്നില്ല. അപ്പോ ഇതിന്റെ ചാവിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കമ്പനിയിൽ അടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കമ്പനിയിൽ 45,000 ചില്ലറ രൂപ കമ്പനി കൊടുത്തു. പിന്നെ പ്രോഗ്രാമിന് ചാർജ് ഒക്കെ ഒരു 10-60,000 രൂപന്റെ എടുത്തപ്പോ ചാവിക്ക് വേണം. ആ ചാവിക്കും കൊടുത്തു. ഇപ്പൊ 4-5 ദിവസം കഴിഞ്ഞാൽ ചാവി കിട്ടും. ഇതാണ് ഇതിന്റെ കണ്ടീഷൻ. വണ്ടി അടിപൊളി ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ചെറിയ പെയിന്റ് ടച്ചപ്പ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പെയിന്റ് ടച്ചപ്പ്, പോളിഷിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും പുതിയ 4 ടയർസ് ഇട്ടിട്ടുണ്ട്. 4 ടയർ സർവീസും കഴിഞ്ഞാണ്, എല്ലാം കഴിഞ്ഞു. ഒന്നും ചെയ്യാനില്ല, എടുക്കുന്ന ആൾക്ക് ഓടിച്ചാൽ മതി. 1 ഇയർ കഴിഞ്ഞിട്ടോ 15,000 കഴിഞ്ഞിട്ടോ സർവീസ് ചെയ്താൽ മതി. അതെ, 30 ലക്ഷം രൂപ IDV ഉള്ള ഇൻഷുറൻസും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രൈസ് എങ്ങനെ? ഇപ്പോ പ്രൈസ് നമ്മള് 27 രൂപയ്ക്ക്
ചോദിക്കുന്നതാണ് ഒരു 26,50,000 രൂപ ഫൈനൽ കിട്ടി നമുക്ക് കൊടുക്കാം. 26.5 ലക്ഷം ഫൈനൽ റേറ്റ് ആണ്. 2015 88,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന GL 350 AMGയുടെ കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എത്ര ലക്ഷത്തിന്റെ കിറ്റ് ചെയ്തിട്ടുണ്ട്? ഏകദേശം ആള് പറഞ്ഞത് 8 or 9 ആണ്, എനിക്കറിയില്ല. ഏകദേശം ഒരു 5-6 ലക്ഷം രൂപ ഉണ്ടാവും. ഞാൻ കൃത്യമായിട്ട് അറിയില്ല, അറിയാതെ പറയണ്ടല്ലോ. AMG കിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കോ, എവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്തോ, വണ്ടിയുടെ നിലവിലെ കണ്ടീഷൻ ഒക്കെ നോക്കാം അല്ലെ. ആരെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, ഏത് വണ്ടിയാലും കേട്ടോ. അല്ല, എല്ലാ വണ്ടി ഇപ്പൊ ജിതുമ്പ നോക്ക്, കഴിഞ്ഞ വീഡിയോയിൽ ഏത് വണ്ടി അവിടെ 640 ഉണ്ട്. അത് പിന്നെ എന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ആളെ കയ്യിലെത്തണം. അതെ, പക്ഷെ അതിന് ഇപ്പൊ E28 ഇല്ലേ, ഇപ്പൊ നമ്മളിപ്പോ ഡെലിവറി കൊടുത്തല്ലേ, ആളെന്നോ കച്ചവടമായിട്ടുണ്ട്. ഇപ്പൊ ഇത് ഇതേപോലെ ഒരു കസ്റ്റമർ വന്ന് നിൽക്കുന്നുണ്ട്, പക്ഷെ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ എടുത്ത് വൃത്തിയാക്കി ഇപ്പൊ അങ്ങനെ വെച്ചിരിക്കാം. അതിന്റെ നമ്പർ 640 ആണ്. 640. അപ്പൊ താല്പര്യമായിട്ട് നോക്കിയോ, 26,50,000 കേട്ടോ, 15 മോഡൽ വണ്ടി. അടുത്ത വണ്ടിയിലേക്ക് ഇനി GL എടുക്കാൻ അത്ര ക്യാഷ് ഇല്ലെങ്കിൽ നമുക്ക് ML ഉണ്ട് അല്ലേ. ML 350 ആണ്. ഇത് ഒറിജിനൽ കേരള തന്നെയാ? ഇല്ല, ഇത് നമ്പറായ വണ്ടിയാണ്. നമ്പറായ വണ്ടിയാ. ഓക്കെ, ഇതിന്റെ അത് ഒറിജിനൽ കേരള, ഇത് നമ്പറായ വണ്ടി. 2013 മോഡലാണ്. ഞാൻ അവിടെ ടാക്സ് അടച്ചത് 2,80,000 രൂപ ഇപ്പൊ ഇവിടെ ടാക്സ് അടച്ചിട്ടുണ്ട്. എവിടെയാ പേപ്പർ ആയത്, നമ്പർ ആയത് എവിടെയാ? തിരൂരങ്ങാടി. സോറി, 55 പറയുമ്പോ തിരൂരല്ലേ? 55 തിരൂര്. 65 തിരൂരങ്ങാടി. ഓക്കെ, അല്ല 55 തിരൂര്. അപ്പോ ഞാൻ ടാക്സ് അടച്ചു, പേപ്പർ കിട്ടിയില്ല. പേപ്പർ ഇപ്പൊ ടാക്സ് അടിച്ചപ്പോ എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസം കൊണ്ട് പേപ്പർ കിട്ടും. അപ്പൊ 28 വരെ പേപ്പർ ഉണ്ടാവും. 2028 വരെ പേപ്പർ നിലവിൽ പേപ്പർ ഉണ്ടാവും. പിന്നെ കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാ? 3ാമത്തെ ഓണർഷിപ്പാണ്. 1,33,000 കിലോമീറ്റർ. അതായത് നിങ്ങളുടെ പേരിൽ ഇപ്പൊ ആയത് 3ാമത്തെ ഓണർഷിപ്പ് ടോട്ടല്. അതെ, 1,33,000 കിലോമീറ്റർ എന്റെ പേരിലല്ല കേട്ടോ, എന്റെ സുഹൃത്തിന്റെ പേരിലാണ്. മനസ്സിലായി, ജനുവിനിറ്റി പറയാൻ പറ്റുമോ എങ്ങനെ കിലോമീറ്റർ? നിങ്ങളെ ഈ വണ്ടി ഞാൻ നിങ്ങളോട് വെറുതെ പറയല്ല, നിങ്ങൾ നമ്മുടെ അടുത്തുള്ള വണ്ടികൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, എവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഈ വണ്ടി പോലെ ഇപ്പൊ ഇതിന്റെ 10 ലക്ഷം രൂപയ്ക്ക് വണ്ടി കിട്ടും, 8-നും കിട്ടും, 15-നും കിട്ടും, 18-നും കിട്ടും, ഒക്കെ കിട്ടും. പക്ഷെ ഈ വണ്ടിയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് എവിടെയും കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് ഈ വണ്ടിയുടെ വീഡിയോ നിങ്ങൾ വണ്ടി കണ്ടെത്തുന്ന നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇതിൽ ഞാൻ പറഞ്ഞുതരാം, ഞാൻ മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏകദേശം 8 ലക്ഷം രൂപേന്റെ മേലേക്കുള്ള ഫിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞത്. ശരി, 8 ലക്ഷം രൂപയുടെ മേലേക്കുള്ള 10 ലക്ഷത്തിന്റെ ഫിറ്റിംഗ് ആണ് അവർ പറയണത്. പക്ഷെ അത് നമുക്കറിയില്ല. പക്ഷെ 8 ലക്ഷം രൂപയുടെ മേലേക്കുള്ള ഫിറ്റിംഗ് ഈ വണ്ടിയിൽ. കാരണം വീല്, ഫ്രണ്ട് ബമ്പർ, ബാക്ക് ബമ്പർ, സീറ്റ്, ഇന്റീരിയർ സിസ്റ്റം ഫുള്ള് മാറിയിട്ടുണ്ട്. ഓക്കെ, A to Z സാധനങ്ങൾ മാറിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും 13 മോഡലാണ്. ഇങ്ങോട്ടേക്ക് നമ്പർ ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ വേറെ ടാക്സോ കാര്യങ്ങളോ ഒന്നും അടക്കാനില്ല, ഒന്നുമില്ല. പ്രൈസ് എങ്ങനെയാ വരുന്നത്? ഇത് നമുക്ക് 17 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. വലിയ കുറവൊന്നും കുറയല്ല. കാരണം എന്താ സംബന്ധം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുക്കണല്ലോ, വേഗം പോകണം, എന്നാലും ഇപ്പൊ അടുത്ത വണ്ടി എടുത്ത് കച്ചവടം ചെയ്യാൻ പറ്റുമോ. ഇത് നമുക്കൊരു 16,70,000 ലാസ്റ്റ് നമുക്ക് കൊടുക്കാം. 16,70,000 നമുക്ക് കൊടുക്കാൻ പറ്റും. 16,70,000 രൂപയ്ക്ക് കേരള നമ്പർ ആയി കഴിഞ്ഞു. 280 നമ്പർ ആക്കാൻ ചെലവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്പർ ആയി കഴിഞ്ഞ വണ്ടിയാണ്. ഇനി ഒന്നും ചെയ്യാനില്ല. ലോണ് ചാൻസ് ഉണ്ടോ? 13 ആകുമ്പോൾ മോഡല് കിട്ടാൻ സാധ്യത കുറവായിരിക്കും, പക്ഷെ അറിയില്ല, നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ഓക്കെ, അപ്പൊ അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ SUV തന്നെ, റേഞ്ച് റോവർ സ്പോർട്ടാണ്, SC സ്പോർട്ട് അല്ലേ? ഓക്കെ, എങ്ങനെ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2013 മോഡല്, 2014 ഡെലിവറി. ഓക്കെ, കറക്റ്റ് കമ്പനി സർവീസ്. ഒരു സർവീസ് പുറത്തുനിന്ന് എടുത്തിട്ടുണ്ട്. കിലോമീറ്റർ എത്രയായി? 85,000 കിലോമീറ്റർ. ഓക്കെ, 78,000 കിലോമീറ്ററാണ് ഇത് ലാസ്റ്റ് സർവീസ് ചെയ്തത്. അത് പുറത്തുനിന്ന് എടുത്തേ? അല്ല, കമ്പനിയിൽ നിന്ന്. അത് കമ്പനി, അതായത് 40,000 വരെ കറക്റ്റ് സർവീസ്. 50-55 ഒരു സർവീസ് പുറത്തുനിന്ന് എടുത്തിട്ടുണ്ട്. അതിന്റെ ഇടയിലല്ലേ? പിന്നീട് വന്നിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കമ്പനി സർവീസ് ആണ്. 65,000 കമ്പനി സർവീസ്, പിന്നെ ഇപ്പൊ 62,000 കമ്പനി സർവീസ്, ഇപ്പൊ 78,000 കമ്പനി സർവീസ് ചെയ്തു. ഓക്കെ, ഇതിനെയൊക്കെ ചോദിക്കാനുള്ള വെച്ചാൽ ഈ മോഡൽ പറയുമ്പോൾ എല്ലാം വർക്കിംഗ് അല്ലേ കറക്റ്റ്? ഇതേ നമുക്ക് ഇങ്ങനത്തെ ഇപ്പൊ E280 പോയാലേ ഇതിന് ഇതിൻ്റെതായ ആള് വരണം. അല്ല, അതൊക്കെ നിലവിലുള്ള സ്വിച്ചസ്, ഇലക്ട്രിക് എല്ലാം വർക്കിംഗ്. വണ്ടി കണ്ട വണ്ടിന്റെ ക്വാളിറ്റി കണ്ടാൽ അറിയാലോ നമുക്ക്. ഓക്കെ, അപ്പോ വലിയ ഓട്ടം പോയിട്ടില്ല. 13 മോഡൽ, 14 രജിസ്ട്രേഷൻ, 85,000 കിലോമീറ്റർ. ബോക്സ് ടൈപ്പ് എന്ന് ഇത് പറയാം. ബോക്സ് ടൈപ്പ് തീർച്ചയായും. ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? ഒന്നുമില്ല. ഓക്കെ, പ്രൈസ് എങ്ങനെയാ? ഇത് 27 ലക്ഷം രൂപയാണ് പറയണത്. നമ്മള് കേരള ഒറിജിനൽ കേരള 3ാമത്തെ ഓണർഷിപ്പ് ആണ്. സോറി, 4th ഓണർഷിപ്പ് ആണ്. 4th ഓണർഷിപ്പ്. ഇതിലൊക്കെ പിന്നെ അത്ര പ്രശ്നമല്ല. അതായത് ചില വണ്ടികൾ അങ്ങനെയാണ്, കൈമാറി പോകും അല്ലെ. ചില സ്പോർട്ടി വണ്ടികളൊക്കെ ഓണർഷിപ്പ് ആരും എടുത്തു പോകും.
പിന്നെ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ക്വാളിറ്റിക്കാണ് ഇതിന്റെ വില. കാരണം ഇത് അന്വേഷിച്ച് നടന്നാൽ ഇത് വാങ്ങാൻ പോയാൽ നമുക്ക് കിട്ടൂല, കൊടുക്കാൻ ആൾ കൊടുക്കൂല. അങ്ങനെയാണ്. കാരണം ഇതിൻ്റെതായ ആൾക്കാർ വന്നേ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ നമ്മൾ ഈ കേസൊക്കെ പിടിക്കും. കാരണം എന്താ പറയുക, നമുക്ക് നമ്മുടെ വീഡിയോ എന്തായാലും ലാസ്റ്റ് വില പറഞ്ഞാൽ മതി. അതന്നെ. നമുക്ക് ഫൈനല് 24,60,000 രൂപക്ക് കൊടുക്കാം. നമുക്ക് 24,60 2013 മോഡൽ 14 രജിസ്ട്രേഷൻ SC സ്പോർട്ടാണ്. ഓക്കെ. അപ്പോൾ 4th ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ബാക്കി വണ്ടിയുടെ ടെക്നിക്കൽ സൈഡ് ഒരു പ്രശ്നമില്ലാന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടോ നോക്കിയോ. ലോണും പ്രയാസമായിരിക്കും ഇതിനകത്തും. ലോണ് കിട്ടും എന്നാ പറയണേക്കണം. ലോൺ അറേഞ്ച് ചെയ്തില്ല. ഇല്ല, പുള്ളി ചെയ്യുന്നില്ല. പക്ഷെ അതിന്റെ ടൈമും കാര്യമൊക്കെ കൊടുക്കാമല്ലേ? പിന്നെ അടുത്തത് മെഴ്സിഡസ് ബെൻസിന്റെ കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ് GLC 220D. ഇതേ കളറും ഇതേ സെയിം വണ്ടി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഈ രണ്ട് വണ്ടികൾ XC60 അല്ലത് അതും ഇതും ഈ വണ്ടിയുടെ കളറും സെയിം ആണ്. രണ്ടും പോയോ? പോയി. ആ ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. ഏത് ഇത്? അല്ല, ഇത് KL 10. അല്ല, അതല്ല, കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് ഈ സാധനം ഡൽഹിയാണോ? ഓക്കെ, ഡൽഹി വണ്ടിയായിരുന്നു. ഓക്കെ, ഇത് കേരള വണ്ടിയാണ്. GLC 220D. എങ്ങനെയാ മോഡൽ കാര്യങ്ങൾ? 2018 ആണ് മോഡല്. 2019 ഡിസംബറിലാണ് വണ്ടി ഇറങ്ങിയത്. 19 ഡിസംബർ. കിലോമീറ്റർ ഓടിയത് 1,02,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ, കറക്റ്റ് കമ്പനി സർവീസ്, വിൻഷീൽഡ് മാറിയിട്ടുണ്ട്, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ടയർ ഒരു 50% ടയർ ഉണ്ട്. ഓക്കെ. പിന്നെ ഇൻഷുറൻസ് 4 മാസത്തെ കാലാവധി ഉള്ളൂ. ടയർ 4 മാറണമെങ്കിൽ ഏകദേശം എത്ര കോസ്റ്റ് വരും? ഇതിപ്പോ ഏകദേശം അത് ഒരു 15 രൂപ 20 രൂപന്റെ ഉള്ളിൽ ഒരു ടയറിന് വരും അല്ല. പിന്നെ 10 രൂപ 12 രൂപന്റെ ഇത് വേറെ വരും. 10 രൂപന്റെ ചോടക്ക് കിട്ടും. കാറ്റഗറി ഓരോ ടൈപ്പാണ്. പക്ഷെ എന്നാലും ഏകദേശം പുതിയ ടയറിന് വേണ്ട ഒരു 15-20 റുപ്യന്റെ ഉള്ളിൽ നമ്മൾ കാണാം. ഒരു 15 റുപ്യ എന്തായാലും കാണണം. പക്ഷെ ഇതിന് ടയർ മാറാനായില്ല കേട്ടോ. അല്ല, മാറാനായിട്ടില്ല. ഞാൻ പറയാം, മാറണമെങ്കിൽ എത്രയാവുന്നുള്ള ചോദിച്ചാണ്. ഏകദേശം അറിഞ്ഞു നോക്കാം. പിന്നെ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് അല്ല. നല്ല മൈലേജ്, മെയിൻ്റെനൻസ് ഇല്ലാന്ന് തന്നെ പറയാം. അത്ര മെയിൻ്റെനൻസ് കുറവുള്ള ഒരു വണ്ടി ബെൻസിൽ E ക്ലാസ്. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു 18 കിട്ടും ഇതിന് ലോങ് ഒക്കെ പോകുമ്പോൾ. എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ അറിയില്ല. 15-18 റേഞ്ച് 15 ആ ലെവലൊക്കെ കിട്ടും. ആ റേഞ്ച് കിട്ടും. പിന്നെ നേരത്തെ കണ്ട SC സ്പോർട്ടിനൊക്കെ എത്ര കിട്ടും ഏകദേശം? സ്പോർട്ടിന് ഏകദേശം 8 മുതൽ 12 കിലോമീറ്ററിന്റെ വരെയൊക്കെ കിട്ടും. അല്ല, 8 കിട്ടും. അതല്ല, 8 മുതൽ 12 ഉള്ളിലേക്ക് കിട്ടുക. എത്ര കൃത്യമായിട്ട് എനിക്കറിയാം. അത് മതി, ഏകദേശം കിട്ടിയാൽ മതി. കാരണം പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം. അതെ. പിന്നെ ML-ന് അത്യാവശ്യം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മളൊന്ന് ചോദിക്കണ്ടേ, ഈ പ്രീമിയം വണ്ടി എടുക്കാൻ വരുന്ന ആൾ മൈലേജ് ചോദിക്കാൻ പാടില്ല. അവര് ചോദിക്കൂല, പക്ഷെ കാണുന്നവർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഏകദേശം എത്ര ഉണ്ട്? ഏകദേശം 350 അല്ലേ? 350ക്കും ഏകദേശം 10 കിലോമീറ്റർ. മറ്റേ വണ്ടിക്ക് ഏകദേശം 10 കിലോമീറ്റർ, 8, 10, 12 അങ്ങനെ ആ ലെവലൊക്കെ 8 മുതൽ 12 വരെ. ഇതൊരു 15 ലെവലൊക്കെ കിട്ടും. അതിന് മേലേക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഓക്കെ. അപ്പോ വിൻഷീൽഡ് മാത്രം മാറിയിട്ടുണ്ട്. 2018 മോഡൽ 19 ലാസ്റ്റ് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഇയർ ബാക്ക് ആയിട്ടുണ്ട്. ഓക്കെ. പ്രൈസ് എങ്ങനെ ഇപ്പോ? കേരള വണ്ടി, ഒറിജിനൽ കേരള. ഈ വണ്ടി ഫുൾ ഓൺ കിട്ടുന്നാണ് പറയണ കേട്ടോ. ഫുൾ ഓൺ ഒരു അത്യാവശ്യം സിബിലൊന്നും ഇല്ലാത്ത ഒരാൾ ആണെങ്കിൽ ഫുൾ ഓൺ കിട്ടാൻ സാധ്യതയുള്ള ഒരു വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമ്മൾ 32 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 32 lakhs. പക്ഷെ നമുക്കിത് ഫൈനൽ, ഇത് കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ട് ഇത് പറയുന്ന ഒരു സംഭവം ഉണ്ട്. നമ്മൾ ഈ ഫൈനൽ പറയുമ്പോൾ അവർ പറയും നിങ്ങൾ ഇതല്ലേ ചോദിച്ചിട്ടുള്ളൂ പറയും. അതുകൊണ്ടാണ് പറയുന്നത് 32 ലക്ഷം രൂപ ഇതിന് ചോദിക്കുന്നുണ്ട്. 29,50,000 രൂപ ഫൈനൽ കിട്ടിയാൽ നമുക്ക് കൊടുക്കാം. അത് ഫൈനലാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്നിട്ട് നമ്മൾ എന്താ ഒരു കസ്റ്റമർ ഇവിടെ വന്ന് നമ്മളോട് സംസാരിച്ച് ഒരു തെറ്റിയിട്ട് ഇറങ്ങി പോണ ഒരു ഇത് വരരുത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ ഇന്നേ വരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും ഞാൻ പറയാണ്, കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരാൾ വന്നാൽ മടക്കി വിടാൻ നമുക്ക് കഴിയില്ല. എന്തെങ്കിലും കാട്ടി കൊടുക്കണ്ടേ? ഓക്കെ. അതെ. അപ്പൊ 29 ലക്ഷം ഫൈനൽ റേറ്റ് ആണ് കേട്ടോ. 32 ചോദിച്ച വണ്ടിക്ക് 29 ഫൈനൽ. ഫുൾ ഓൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് നല്ല കണ്ണാടി പോലെ തിളങ്ങുന്ന ഒരു വോൾവോ XC60 ആണ്. അതെ. ഓക്കെ. ബ്ലാക്ക് കളർ. എങ്ങനെയാ ഡീറ്റെയിൽ? 2018 മോഡൽ. 18. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ്. കേരള ആണോ? ഒറിജിനൽ കേരള. ഓക്കെ. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പാണ്. 2018 മോഡലാണ്. പിന്നെ ഇതും 2.5 മാസം ഇൻഷുറൻസിനുള്ളൂ. ഫ്രണ്ട് 2 ടയർ ഞാൻ പുതിയ മാറി. ബാക്ക് 2 ടയർ ഒരു 30% ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇൻഷുറൻസ് നമ്മൾ പറഞ്ഞല്ലോ. സർവീസ് ഇപ്പൊ ഞാൻ കമ്പനിയിൽ നിന്ന് എടുത്തു. ഇത് പ്രോപ്പർ കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഓട്ടം പറഞ്ഞില്ല.
1,14,000 അതായത് 1,15,000 കിലോമീറ്റർ അങ്ങനെ തന്നെ കൂട്ടാം. 1.15. ബാക്കി പ്രോപ്പർ സർവീസ് കമ്പനിയാണ്. അതെ അതെ. പിന്നെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ഒന്നുമില്ല. A to Z സർവീസ് കമ്പനി എടുക്കല്. ഓക്കെ. അപ്പോൾ സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. അതെ. 2018 മോഡൽ XC60. ഓക്കെ. എന്താ പറയാ, സേഫ്റ്റി വൈസ് ഒന്നും നോക്കാനില്ലാത്തൊരു വണ്ടി. ഒന്നും നോക്കാല്ല, അത്രയും കോംപ്രമൈസ് ചെയ്യല്ല. കാരണം സേഫ്റ്റിനെ സംബന്ധിച്ച് ഇതിനെ കോംപ്രമൈസ് ഉള്ള ഒരു വണ്ടിയില്ല. പിന്നെ നമ്മള് യാത്രക്കാണ് ഇപ്പൊ നമ്മള് എല്ലാവരുമായിട്ട് കാറിൽ സീറ്റ് ബെൽറ്റ് അവതരിപ്പിച്ച വോൾവോ ആണ്. അത് പാറ്റന്റ് ഇല്ലാതെ ബാക്കിയുള്ള കമ്പനികൾക്ക് കൊടുത്തതും വോൾവോ ആണ്. അതെ അതെ. നമ്മളിതിൽ യാത്ര ചെയ്യുമ്പോ തന്നെ നമുക്ക് ഇതിലറിയാം. ശരിക്കും പറഞ്ഞാൽ അറിയുന്ന ഒരാൾ ഇതേ എടുക്കുള്ളൂ, ഈ വണ്ടി എടുക്കുള്ളൂ, അറിയുന്ന ഒരാള്. പിന്നെ ഇതിപ്പോ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ എത്ര വരും? ഏകദേശം ഒരു 18,000 രൂപയ്ക്ക് വരും. 18,000 വരുള്ളൂ? അത്ര വരുള്ളൂ. ശരി. ഏകദേശം ഒരു 30 ലക്ഷം റുപ്യ അടി ഒക്കെ ഇട്ടിട്ട് 18,000 രൂപയെ വരുള്ളൂ അല്ലേ? ഓക്കെ. 2.5 മാസം കൂടി ഇൻഷുറൻസ് ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ പ്രൈസ് എങ്ങനെ ഇപ്പോ? ഇത് നമുക്ക് 31 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നമുക്ക് ഇത് വേഗം കൊടുക്കണമല്ലോ, വണ്ടി എടുക്കണല്ലോ. വേഗം കൊടുക്കണം. നമുക്ക് 28,75,000 രൂപ കൊടുക്കാം. ഇത് ഞാൻ പറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 28,75,000 രൂപ നമുക്ക് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറയല്ല. അപ്പൊ ഒരു കസ്റ്റമർക്ക് വേഗം കൊടുത്ത കഴിഞ്ഞ GLS നമ്മൾ 83 രൂപ ചോദിച്ചു. ഈ 83 രൂപ ചോദിച്ച സമയത്ത് GLS എന്താ സംബന്ധം വെച്ചാൽ നമ്മൾ കുറച്ച് ചെറിയ പൈസയും കൂടി കുറച്ചിട്ടാണ് നമ്മൾ കൊടുത്തത്. പക്ഷെ ഒരു കസ്റ്റമർ വന്നിട്ട് 83 രൂപയ്ക്ക് GLS കിട്ടാനില്ല. അതായത് നമ്മൾ ഈ വണ്ടി കൊടുത്തതിന് ശേഷം ആള് പറയുന്നത് 2 രൂപയും കൂടി കൂടുതൽ കൊടുക്കും. പാവം ആള്. നമുക്കൊരാള് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളോട് സംസാരിക്കുക, ഇതിങ്ങനെ വണ്ടി ഉണ്ട്, ഇത്ര വിലയാണ്, ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊന്നല്ലേ ഇവിടെ വന്ന് വണ്ടി കണ്ട് ഇൻസ്പെക്ട് ചെയ്ത് ടോക്കൺ തന്ന് ഇതൊക്കെ ചെയ്യണമല്ലോ. നമുക്ക് ഫോണിൽ കൂടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനിവിടെ ആദ്യം വരുന്ന ആൾക്കാർക്കാണ് ഞാൻ കൊടുക്കുക. ആദ്യം ആരാണ് വരുന്നത് അത് കൊടുക്കും, അടുത്ത പണി നമ്മൾ നോക്കും. പക്ഷെ ആ ആള് പിന്നെ എന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ ആ ആള് പിന്നീട് എന്നെ വിളിച്ചിട്ട് ഒരു 2 രൂപയും കൂടി ലാഭം കൊടുത്തിട്ട് ആ വണ്ടി കിട്ടുമെന്നൊക്കെ ചോദിച്ചു. പക്ഷെ നമുക്കതൊരു കസ്റ്റമർക്ക് കൊടുത്തിട്ട് അവരോട് ചോദിക്കാൻ പറ്റും, നിങ്ങളെ വണ്ടി കൊടുക്കണ്ടോ എന്ന് ചോദിക്കാം. മോശമല്ലേ? നമ്മൾ ചെയ്തില്ല. അങ്ങനെയാണ്. 28,75,000 രൂപയ്ക്ക് ഇത് കൊണ്ടുപോകാം കേട്ടോ. ഇതിന് ഫുൾ ഓൺ കിട്ടും കേട്ടോ. ഫുൾ ഓൺ. ഈ വണ്ടിയൊക്കെ ഫുൾ ഓൺ കിട്ടും. ഓക്കെ. ഉപയോഗിക്കാനുള്ള നല്ലൊരു കസ്റ്റമർക്ക് ഉഷാറാണ്. അടുത്തത് ഒരു ബ്ലാക്ക് കൺട്രി മാൻ പെട്രോൾ ആണ്. കൺട്രി മാൻ ഏതാ മോഡല്? 2019 കേരള വണ്ടിയാ? ഒറിജിനൽ അല്ല, കേരള അല്ല, ഡൽഹി വണ്ടിയാ. ഓക്കെ. എങ്ങോട്ടും NOC കാര്യങ്ങളോ എടുത്തില്ലല്ലോ? ഇത് NOC എടുത്തില്ല. ഓക്കെ. അപ്പൊ നിങ്ങളുടെ RTOയിൽ NOC കിട്ടുന്ന ഒരു കൺട്രിമാൻ ആണ്, ബ്ലാക്ക് കളർ കൺട്രിമാൻ. ബാക്കി കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ 85,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഫുൾ സർവീസ്. ക്ലെയിമും കാര്യമൊന്നുമില്ല. ഒന്നുമില്ല. അപ്പൊ ഒരു പെട്രോൾ ആണ്. നീറ്റ് കൺട്രിമാൻ ആണ്. പെട്രോൾ ആയതുകൊണ്ട് തന്നെ വലിയ മെയിൻ്റെനൻസ് കാര്യമായിട്ടുണ്ടാവില്ല അല്ലേ? മെയിൻ്റെനൻസ് കുറവുള്ള. ഓക്കെ. പ്രൈസ് എങ്ങനെയാ? ഇത് നമുക്ക് 23 ആണ് ആസ്കിങ്. പക്ഷെ നമുക്കൊരു 21,50,000 രൂപ കൊടുക്കാം. 21.5 ലക്ഷത്തിന് NOC പ്രൈസ് അല്ല? NOC പ്രൈസ്. മാറിന് എത്ര കണ്ടു വരും? 3.5 ലക്ഷം റുപ്യ വരും. 3.5 ലക്ഷം ഏകദേശം. 21.5 ചോദ്യമാണ്. 3.5 ഏകദേശം മാറാൻ കണ്ടു വരും. അങ്ങനെയാണ് മൊത്തത്തിൽ കേരള നമ്പർ ആകുമ്പോൾ 25 ലക്ഷം 25 വരും. ഓൺ റോഡ് വരുന്ന വണ്ടിയാണ്. ഓക്കെ. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. മാറിക്കഴിഞ്ഞാൽ ലോണ് നിങ്ങൾക്ക് ഇല്ല. ഇതിന് വേറെ പ്രത്യേകത ഉണ്ട്. ഇതിവിടെ ലോൺ ഇപ്പൊ കിട്ടും. പേപ്പർ തന്നെ കിട്ടും അല്ലേ? NOC ഫുൾ ലോൺ കിട്ടും. ശരി. ഫുൾ ലോൺ കിട്ടും എന്നാണ് പറയണത്. അത് കാരണം ഇതിന് മുമ്പ് ഇപ്പൊ അടുത്ത ഒരാൾ വന്നിരുന്നു. ഒരാൾ വന്നിട്ട് കൊടുത്തപ്പോ ഫുൾ ലോൺ ഒക്കെ പാസ്സായിട്ടുണ്ട്. ഓക്കെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാ? ഇല്ലല്ലോ. ഓക്കെ. ഒന്നുണ്ട്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനം ടൊയോട്ട ഇന്നോവയാണ്. ഇത് KL 57 തന്നെയാണോ അതോ ഒറിജിനൽ കേരളയാണ്? ഓക്കെ. കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. കൊടുവള്ളി രജിസ്ട്രേഷൻ 2345. അടിപൊളി നമ്പർ കേട്ടാ. ഏതാ മോഡൽ വരുന്നത്? 2016 ഏറ്റവും അവസാനം ഇറങ്ങിയ വണ്ടിയാണ്. ഇന്നോവന്റെ ലാസ്റ്റ് തുടങ്ങി. പിന്നെ ഇത് ഇന്റർകൂളർ ആണ് ഈ വണ്ടി. അപ്പൊ അതുകൊണ്ട് മൈലേജ് അത്യാവശ്യം നല്ല ഉണ്ട്. 13-14 പിന്നെ ഫിറ്റിംഗ്സുകൾ അലോയിൽ 360 ക്യാമറ കാര്യങ്ങളൊക്കെ. ഏതാ ഓപ്ഷൻ? ഏതാ? G4. അഡീഷണൽ അലോയ്സും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു. നല്ല ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. ഒറിജിനൽ കേരള വണ്ടി. കിലോമീറ്റർ എത്രയായി? 1,20,000 കിലോമീറ്റർ. ജെന്യൂൻ ആണോ? ജെന്യൂൻ. കറക്റ്റ് കമ്പനി സർവീസ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. 2016 G4 അഡീഷണൽ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന ഫുൾ കമ്പനി സർവീസ് പോയേക്കുന്ന ഒരു ഇന്നോവയാണ്. 1,20,000 കിലോമീറ്റർ. 1.20. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ക്ലെയിം ഒന്നും ചെറിയ പെയിന്റ് ടച്ചപ്പ് ഉണ്ട്, അല്ലാതെ ക്ലെയിമും കാര്യങ്ങളൊന്നും. ഓക്കെ. പ്രൈസ് എങ്ങനെ ഇപ്പോ? ഇത് നമുക്ക് 11,50,000 രൂപയാണ്. 11.5 ലക്ഷം. 11.5 ലക്ഷം. പക്ഷെ ആദ്യം വരുന്ന ആൾക്ക് നമ്മൾ അത് കൊടുക്കും. ഓക്കെ. അപ്പോ പ്രൈസ് എന്താ മാറ്റണ്ടോ? അല്ലെങ്കിൽ മാറ്റാം.
മാറ്റാം, വരണം. വരട്ടെ. ഓക്കെ, ഒറിജിനൽ കേരള വണ്ടിയാണ്. അതെ അതെ, റീ വണ്ടിയല്ല. അപ്പോ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. അതെ. പിന്നെ വണ്ടി എന്ന് വെച്ചാൽ ഇന്നോവ എന്ന് വെച്ചാൽ അത്രയും കുറഞ്ഞ വിലയിലൊക്കെ ഡൽഹി കിട്ടുന്നുണ്ട്. ഇല്ല, ഇതിപ്പോ ഡൽഹിയിൽ 2016 എനിക്ക് ഒരു 8 രൂപ ആ ലെവലിൽ ഉണ്ടാവില്ല ചിലപ്പോ. അല്ല, ആ ലെവലിൽ 8 7. പക്ഷെ ഇത് കേരള വണ്ടിയും പിന്നെ അതർ സ്റ്റേറ്റും തമ്മിൽ ഭയങ്കര വ്യത്യാസം തന്നെയാണ്. പക്ഷെ എങ്കിലും നമ്മൾ ഒരു മാന്യമായ രൂപത്തിൽ ഇത് കൊടുക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി വന്ന് കാണട്ടെ. പക്ഷെ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി ഇതായിരിക്കും ആദ്യം കൊടുക്കണത്. കാരണം നമ്മളിത് ആരും തിരിച്ചു പോകേണ്ടി വരില്ല. അതെ, ആവശ്യക്കാർ വന്നാൽ നമ്മൾ കൊടുത്തു വിടുന്നതായിരിക്കും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഇവരിപ്പോ വന്നാണ് ഥാർ. അതെ അതെ അല്ലേ, നമ്മൾ തുടക്കത്തിൽ കാണിക്കുമ്പോണ്ടായിരുന്നില്ല. ഇല്ല. ഏതാ മോഡൽ? കേരള വണ്ടിയല്ലേ? 2022 ഒറിജിനൽ കേരള, ഫാൻസി നമ്പർ, 59,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. ഏതാ ഓപ്ഷൻ? ഏതാ? 4x4 മാനുവൽ ഡീസൽ മാനുവൽ അല്ലേ? 4x4 ഡീസൽ മാനുവൽ, 22 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. പ്രൈസ് എങ്ങനെയാ വരുന്നത്? 13.5 ചോദിക്കുന്നുണ്ട്. 12,75,000 രൂപ കൊടുക്കാം. 12,75 ഡീസൽ 4x4 മാനുവൽ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. അതെ, 52,000 കിലോമീറ്റർ. 59,000 കിലോമീറ്റർ. ഓക്കെ, വേറെ ഒരു വർക്ക് ഒന്നും ഇല്ലല്ലോ ഇപ്പൊ? ഇല്ല. ലോണ് കറക്റ്റ് കമ്പനി സർവീസ് ആണ്. മാക്സിമം ലോണ് കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. അപ്പൊ ഒരു ഥാർ 4x4 ഡീസൽ മാനുവൽ ഇതാ കിടക്കുന്നുണ്ട്. അതെ, ഇനിയുള്ള വണ്ടികളൊക്കെ വേഗം കൊടുക്കുക. അതെ. അടുത്ത കഴിഞ്ഞ പ്രാവശ്യം 10 ലക്ഷത്തിന്റെ ചോടുള്ള വണ്ടികളൊക്കെ അതൊക്കെ കൊടുത്തോലെ വേഗം കൊടുക്കുക. അടുത്തത് 10 ലക്ഷത്തിന്റെ താഴെ ഒരു ക്രെറ്റ. 10 ലക്ഷത്തിന്റെ താഴെ ലോ കിലോമീറ്റർ വണ്ടി. 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏതാ മോഡല്? 2022 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, പെട്രോള്, ബേസ് മോഡലിന്റെ തൊട്ട് മേലെ എന്താ ഇ പ്ലസ് എന്ന് പറഞ്ഞാൽ മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കമുള്ള ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ അതിനകത്ത്. ഓക്കെ, KL 32 ചേർത്തല രജിസ്ട്രേഷൻ ആണ്. 22 മോഡല്. കിലോമീറ്റർ എത്ര പറഞ്ഞ? 22,000 മോഡൽ, 22,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. വേറെ ഒരു സർവീസ് ഒക്കെ കമ്പനി സർവീസ് ആണ്. ഇപ്പോ സർവീസ് ചെയ്യാൻ ആയിട്ടുണ്ട്. കാരണം വണ്ടി ഓട്ടം കുറവാണ്. സർവീസ് കൊണ്ട് ആയിട്ടുണ്ട്, ഇയർ വൈസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പെട്രോൾ മാനുവൽ ക്രെറ്റയാണ്. മൈലേജ് ഒരു 10-14 വരെയൊക്കെ ഏകദേശം കിട്ടും. 14 അതിന്റെ മേലെയും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് അറിയില്ല കേട്ടോ. അല്ല, ഞാൻ ഏകദേശം പറഞ്ഞു. പിന്നെ പ്രൈസ് എങ്ങനെയാ? അത് നമുക്ക് 9,90,000 രൂപ നമ്മൾ പറഞ്ഞല്ലോ. പോട്ടെ. ഇനി വേറെ കാര്യം, ആദ്യം വരുന്നവർക്ക് ലാസ്റ്റ് വരട്ടെ. പറയണോ? ലാസ്റ്റ് ഏകദേശം പറഞ്ഞു. പറട്ടെ. പറഞ്ഞോ. 9,000 കൊടുത്തു. 9,50,000 രൂപയ്ക്ക് ഒരു ക്രെറ്റ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു നീറ്റ് ആൻഡ് ക്ലീൻ വെൻഡോ ആണ്. ഫോക്സ് വാഗൺ വെൻഡോ, KL 14 AB0909. അടിപൊളി നമ്പറോട് കൂടിയിട്ടുള്ള ഒരു വാഹനം. ഏതാ മോഡൽ വരുന്നത്? 2021 മോഡല്, 55,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, പെട്രോള് ഓട്ടോമാറ്റിക്. ഫുൾ ഓപ്ഷൻ. 59,000 കിലോമീറ്റർ. 55,000 കിലോമീറ്റർ. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, ടോർക്ക് കൺവേർട്ടർ, ഗിയർ ബോക്സ് ആണ്. മൈലേജ് ഒരു 10-13 ആ റേഞ്ച് ഒക്കെ കണ്ടാൽ മതി മൈലേജ്. പിന്നെ അടിപൊളി വണ്ടിയാണ് കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അല്ലേ? ഓക്കെ, പ്രൈസ് എങ്ങനെയാണ് ഇപ്പൊ ചോദ്യം? ഇത് നമുക്ക് 9 രൂപ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് 8.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 8,50,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 8.5 ലക്ഷത്തിന് 21 മോഡൽ, ഓട്ടോമാറ്റിക്, 55,000 കിലോമീറ്റർ ഓടിയ, സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി അല്ലേ? ഓക്കെ, 8.5 ലക്ഷത്തിന് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വെൻഡോ കൊണ്ടുപോകാം. മാക്സിമം ലോണും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു ലോൺ കിട്ടും. ലോൺ മാക്സിമം കിട്ടും. ഓക്കെ, അപ്പൊ താല്പര്യം നോക്കാം. അടുത്ത വണ്ടി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് അടുത്തത്. ജീപ്പ് കോമ്പസ്, അതായത് ട്രയൽ ഹോക്ക്. ഒരു സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണിച്ചാണ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഒരു വണ്ടിയല്ലോ അല്ലേ കഴിഞ്ഞ വീഡിയോ ചെയ്ത ഒരു വണ്ടി. ഓക്കെ, ഏതായിരുന്നു മോഡൽ? 2019 ഡീസൽ ഓട്ടോമാറ്റിക്, സൺറൂഫ്, 4x4 ട്രയൽ ഹോക്ക് എന്ന് പറഞ്ഞ സംഭവമാണ്. ഏറ്റവും നല്ല കുഴപ്പമില്ല. നല്ല സിംഗിൾ ഓണർ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ക്രാക്ക് ഉണ്ട്, മാറിയിട്ടില്ല, അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഒറിജിനൽ ഗ്ലാസ് ആണല്ലേ? അതെ. ഓക്കെ, അപ്പൊ പ്രൈസ് അന്നത്തേനേക്കാൾ കുറച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? കുറയ്ക്കല്ല, അന്ന് ന്യായമായിട്ടുള്ള പ്രൈസാ പറഞ്ഞത്. പിന്നെ നമ്മള് ചെറിയ ആവശ്യം, മഴയൊക്കെ അല്ലേ, അപ്പൊ കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നിർത്തിയാണ്. അപ്പൊ മഴയൊക്കെ കഴിഞ്ഞല്ലോ, അപ്പൊ ഇനിയിപ്പോ കൊടുക്കാം. ഓക്കെ, അതെ. അപ്പൊ അന്നത്തെ വില തന്നെയാ? സെയിം വില തന്നെ. നമുക്കൊരു 10-15,000 കുറച്ച് കൊടുക്കാം. ഒരു 9.25 കൊടുക്കാം. 9,75,000 രൂപയ്ക്ക് 2019 ഡീസൽ ഓട്ടോമാറ്റിക് ജീപ്പ് കോമ്പസ് 4x4 കേട്ടോ. ഇതിന് കേരള വണ്ടിക്ക് ഏകദേശം ഒരു
ഇത് പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ. പോണ്ടിച്ചേരി ഇത് കേരള വണ്ടിക്ക് ഏകദേശം ഒരു 10-16 ലക്ഷം രൂപ ഒക്കെ ഉണ്ടാവും മാർക്കറ്റ്. ഉണ്ടാവും. ഓക്കെ, ഇത് മാറേണ്ട ആവശ്യമില്ല, നയൻ ട്രാൻസ്ഫർ ചെയ്താൽ ചെയ്യാം. ഓക്കെ. എവിടെയാ മാഹിയാണോ? അല്ല, മാഹിയല്ല. തൽക്കാലം നമ്മൾ നിർത്താം. അതെ, ഇനി വേറെയും വണ്ടികളൊക്കെ സ്റ്റോക്കിൽ കയറും, പുള്ളിക്ക് പെട്ടെന്ന് തന്നെ കയറാറുണ്ട്. ഒരാള് വരാണ്ട് എന്തായാലും ഒരാള് വരുന്നുണ്ട്, ആ നമ്മൾ പരിചയപ്പെടുത്തണം. സെപ്പറേറ്റ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. പ്രീമിയം ആരാധകർ ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യും. നിങ്ങൾക്ക് അത് ആ ആളെ പരിചയപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. അടുത്തൊരു വീഡിയോ കാണാം. മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.